മഹാലക്ഷ്മി സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ലേഖ വാതിൽ തുറക്കുമ്പോൾ ആ സ്വാമി ആയിരിക്കും കേട്ടോ. ആ സ്വാമിജിയെ കണ്ടത് ലേഖയ്ക്ക് ഭയങ്കര സന്തോഷമാകും. ആരാ സ്വാമിജിയോ, വരൂ എന്ന് പറയണം കേട്ടോ. മോളെ അന്ന് നൂലുകെട്ടിന് വന്ന് കണ്ടതിന് ശേഷം എനിക്ക് വീണ്ടും കാണണമെന്ന് തോന്നുക, അതുകൊണ്ടാണ് ഞാൻ വന്നത് എന്ന് പറയും കേട്ടോ. അതേസമയം മഹാലക്ഷ്മി വരികയാണ് കേട്ടോ. വരൂ സ്വാമിജി, അകത്തേക്ക് വരൂ എന്ന് പറയും. വേണ്ട, ഞാനിവിടെ പുറത്ത് നിന്നോളാം, അല്ല വരൂ അകത്തേക്ക് എന്ന് പറഞ്ഞിട്ട് അവർ രണ്ടുപേരും കൂടി അകത്തേക്ക് കൊണ്ടുവന്നിട്ട് അവിടെ ഇരുത്തുകയാണ് കേട്ടോ. അതിനുശേഷം ലേഖയെ പോയി മോളെ എടുത്തിട്ട് വായോ എന്ന് പറയണം കേട്ടോ. അതേസമയം ലേഖ മോളെ എടുക്കാൻ വേണ്ടി പോകുമ്പോൾ ആ സ്വാമി പറയും, മോൾക്ക് രണ്ട് അമ്മമാരാണ് അല്ലേ എന്ന് ചോദിക്കും. അതെ, ഞാൻ പ്രസവിച്ചെങ്കിലും അവളും മോളുടെ അമ്മയാണ് പറയും. മോൾ ഈ ഭൂമിയിലിരിക്കുന്നിടത്തോളം കാലം രണ്ട് അമ്മമാരുണ്ടാകും, മോൾക്ക് അത്രയും സർവ്വ ഐശ്വര്യങ്ങളും ഉണ്ട് എന്നിങ്ങനെ പറയണം കേട്ടോ. അതേസമയം ലേഖ കുഞ്ഞിനെ കൊണ്ടുവന്നിട്ട് കയ്യിൽ കൊടുക്കുകയാണ് കേട്ടോ. കയ്യിൽ കൊടുത്തിട്ട് പറയും, മോളൊരു നല്ല സുഹൃത ജന്മമാണ്, രണ്ടമ്മമാരുണ്ടെന്ന് പറഞ്ഞു എന്ന് മഹി ഇങ്ങനെ ലേഖയോട് പറയണം കേട്ടോ. മോൾക്ക് കുഞ്ഞുണ്ടായില്ലേ ചോദിക്കുമ്പോൾ ഇല്ല എന്ന് പറയുമ്പോൾ, ഞാനിനി അടുത്ത പ്രാവശ്യം വരുമ്പോൾ എന്തായാലും ശരി മരുന്ന് കൊണ്ടുവരാം, മോൾക്ക് എന്തായാലും കുഞ്ഞുണ്ടാവും എന്നിങ്ങനെ പറയണം കേട്ടോ. എനിക്ക് മോളെ കണ്ടിട്ട് മതിയായില്ല, അതുകൊണ്ടാണ് ഞാൻ വീണ്ടും വന്നത് എന്ന് പറയും കേട്ടോ. അതേസമയം മഹി ഇങ്ങനെ ചോദിക്കും, സ്വാമിജിക്ക് എന്താ വേണ്ടത്, കുടിക്കാൻ എന്തെങ്കിലും എടുക്കട്ടെ ചോദിക്കും. എടുത്തോളൂ, എനിക്ക് ഇത്തിരി മോരും വെള്ളം എടുത്താൽ മതി, നല്ല സംഭാരം വേണം എന്നിങ്ങനെ പറയണം കേട്ടോ. പിന്നെന്തെങ്കിലും വേണോ ചോദിക്കും. ഒന്നും വേണ്ട, അത് മതി എനിക്ക് ഒരാഴ്ചത്തേക്ക് എന്ന് പറയണം കേട്ടോ. പിന്നീട് അവർ രണ്ടുപേരും കൂടിയിട്ട് സംഭാരം തയ്യാറാക്കാൻ വേണ്ടി പോവുകയാണ് കേട്ടോ. അതേസമയം മടിയിൽ കുഞ്ഞിനെയും വെച്ചിട്ട് ആ സ്വാമി പറയുന്നുണ്ട്, അന്ന് നീ ഭസ്മത്തിന്ന് രക്ഷപ്പെട്ടു, പക്ഷേ ഈ പനിനീരിൽ നിന്ന് നീ ഒരിക്കലും രക്ഷപ്പെടില്ല, ഇനി നീ എന്തൊക്കെ ഒന്ന് ചെയ്യുന്നുള്ളത് ഞാൻ കാണട്ടെ എന്ന് പറഞ്ഞിട്ട് ആ പനിനീര് ഇങ്ങനെ കുഞ്ഞിൻ്റെ മുഖത്തടിക്കണം കേട്ടോ. അതേസമയം ലേഖയും മഹിയും കൂടി സംഭാരം ഉണ്ടാക്കുമ്പോൾ മഹി ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ, ഈ സ്വാമിജി നല്ലൊരു സ്വാമിജിയാണ്, ഏതായാലും നല്ല ഭക്ഷണം വേണമെന്നുണ്ടെങ്കിൽ ഉണ്ടാക്കി കൊടുക്കുക എന്നിങ്ങനെ പറയുന്നുണ്ട്. അതേസമയം ലേഖയോട് മഹി ഇങ്ങനെ പറയുന്നുണ്ട്, അമ്മ പറഞ്ഞയച്ചതായിരിക്കും, ഞാൻ ആ അമ്മയെ കാണും, അതേപോലെ തന്നെ കണ്ണേട്ടനും കാണും, അത് പക്ഷേ ഞങ്ങൾ രണ്ടുപേരും ഒന്നിച്ചൊരു ദർശനം ഞങ്ങൾക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല, എൻ്റെ വീട്ടിലേക്കോ എവിടേക്കും ഈ അമ്മയെ കണ്ടിട്ടുമില്ല, ആ അമ്മ പറഞ്ഞയച്ചതായിരിക്കും എന്ന് പറയണം കേട്ടോ. അതിനുശേഷം സംഭാരമൊക്കെ ഉണ്ടാക്കിയിട്ട് കൊണ്ടുപോകണം കേട്ടോ. സംഭാരം ഉണ്ടാക്കി കൊണ്ടുപോയിട്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ പറയും, എരിവോ പുളിയോ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കുമില്ല, നല്ല മണവും നല്ല ഗുണവും എല്ലാം ഉണ്ട് എന്ന് പറയും കേട്ടോ. ഈ മോളെ ഒരുപാട് ഐശ്വര്യങ്ങളുള്ള മോളായി വളരും എന്നിങ്ങനെ പറയണം കേട്ടോ. അവൾ ഈ ഭൂമിയിലുള്ളിടത്തോളം കാലം അവൾക്ക് ഈ രണ്ട് അമ്മമാരും ഉണ്ടാകും എന്ന് പറയണം കേട്ടോ. പിന്നീട് മോര് കുടിക്കുന്നുണ്ട്. മോര് കുടിക്കുമ്പോൾ മഹി ചോദിക്കേണ്ട എരിവുണ്ടോ ചോദിക്കും. മോളെ പച്ചവെള്ളത്തിൽ പളകപൊടിയിട്ട് തന്നാലും ഞാനത് ഐസാക്കണ ആളാണ് എന്ന് പറയണം കേട്ടോ. പിന്നീട് അതിന് ശേഷം ഞാനെന്നാൽ ശരി പോട്ടെ, നീ മോളെ കാണാൻ ഇടയ്ക്കിടയ്ക്ക് വരും എന്ന് പറയണം കേട്ടോ. അതിനുശേഷം മഹിയോട് പറയും, മോൾക്ക് എന്തായാലും ഇനി വരുമ്പോൾ ഞാൻ മരുന്ന് കൊണ്ടുവരും, അപ്പോൾ അതിന് കുഞ്ഞുണ്ടാകും എന്ന് പറയണം കേട്ടോ. അതിനുശേഷം നമ്മുടെ ലേഖ ഇങ്ങനെ ഒരു അർത്ഥവത്തായിട്ട് നോക്കുന്നുണ്ട്. അത് കാണുമ്പോൾ മഹി ഇങ്ങനെ നോക്കും, ഇയാൾ എന്താ ഇങ്ങനെ നോക്കണമെന്ന് പറയേ, ഞാൻ മോളെ നോക്കിയിട്ട് ഇങ്ങനെ പറയണമെന്ന് പറയാം. ശരി ശരി എന്ന് പറയണം കേട്ടോ. അതിനുശേഷം രണ്ടാളുടെയും തലയിൽ നെറുകും കയ്യിൽ വെച്ചിട്ട് അനുഗ്രഹിക്കണം കേട്ടോ. നിനക്ക് കുഞ്ഞുണ്ടാകാനല്ലേ, അവിടെ എന്തായാലും ഞാൻ നിനക്ക് കുഞ്ഞുണ്ടാക്കി തരും പറയും. അതേപോലെ മഹാലക്ഷ്മിയും കണ്ടിട്ടും അതേപോലെ പറയണം കേട്ടോ, നിനക്ക് ഈ കുഞ്ഞ് നഷ്ടപ്പെട്ടാലും ഞാൻ എന്തായാലും നിനക്ക് കുഞ്ഞുണ്ടാക്കി തരും എന്ന് പറയണം കേട്ടോ. ഇനി എന്താവും എന്നുള്ളത് നോക്കട്ടെ, ഇതിലെന്തായാലും ഉറച്ചൊരു തീരുമാനം ഉണ്ടാകും എന്ന് പറയുന്നുണ്ട്. പിന്നീട് അവരുടെ യാത്രയൊക്കെ പറഞ്ഞിട്ട് പോകുന്നു. ഇടയ്ക്കിടയ്ക്ക് ഞാൻ എന്തായാലും വരും എന്നിങ്ങനെ പറയുന്നു കേട്ടോ. അതേസമയം മഹി ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, സ്വാമിജി എന്താ ചോദിക്കണം കേട്ടോ. പൈസ തരട്ടെ എന്നല്ലേ, ഞങ്ങൾക്ക് പൈസയൊന്നും വേണ്ട, ഞാൻ അന്ന് ആകാശത്തു നിന്ന് ഭസ്മം എടുത്ത പോലെ തന്നെ പൈസയും വേണമെങ്കിൽ എടുക്കുക, പക്ഷേ അതൊക്കെ മനുഷ്യന്മാർക്കല്ലേ വേണ്ടു, ഞങ്ങളെ ഈ ഭൂമിയിൽ വിട്ടാക്കിയിരിക്കുന്നത്, ഞങ്ങൾക്ക് ആഴ്ചയിൽ ഒരു ദിവസം എന്തെങ്കിലും ഭക്ഷണം മതി, ഇലയോ എന്തെങ്കിലും കഴിച്ചാൽ മതി, ഞങ്ങൾക്ക് ആർഭാടങ്ങളും ഒന്നും വേണ്ട, അതുകൊണ്ട് അത് വേണ്ട എന്നിങ്ങനെ പറയുന്നുണ്ട്. അതും കൂടി കേട്ടപ്പോൾ ഇവർക്ക് ഭയങ്കര അത്ഭുതമാണ് കേട്ടോ. പിന്നീട് സ്വാമിജി പോവുകയാണ് കേട്ടോ. മോളെ അതേസമയം ലേഖയും മഹാലക്ഷ്മിക്ക് ഭയങ്കര അത്ഭുതം തോന്നും കേട്ടോ. ഭയങ്കര സിദ്ധിയുള്ള സ്വാമിയാണ് എന്നിങ്ങനെ പറയണം കേട്ടോ. പിന്നീട് നമ്മുടെ പ്രതാപനും മുത്തശ്ശിയും കൂടിയിട്ട് പറയണം. മുത്തശ്ശി ഇങ്ങനെ പറയും, പ്രതാപ അവരെ തന്നെ പറഞ്ഞയക്കണ്ടായിരുന്നു, അന്ന് തന്നെ ചൊറിഞ്ഞു മടുത്തു, ഇനി എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുമോ എനിക്കൊന്നും അറിയില്ല, അത് ദൈവീക ശക്തിയുള്ള കുട്ടിയാണെന്നാണ് പറയുന്നത്, ഇനി എന്ത് പ്രശ്നം ഉണ്ടാവുന്നോ എനിക്കറിയില്ല എന്ന് പറയുമ്പോൾ, അമ്മ ഇത്തിരി മിണ്ടാതിരിക്കും, ഇനി ഓണമാണ് വരുന്നത്, ആ ഓണത്തിനെങ്കിലും എൻ്റെ മോൾക്ക് ഒരു ദിവസം സന്തോഷം ഉണ്ടാകണം, പണ്ടൊക്കെ എങ്ങനെയായിരുന്നു എന്നറിയാമല്ലോ, പണ്ട് അവൾ കമ്പിത്തിരിയും കൊണ്ട് ഇവളെ മഹാലക്ഷ്മിയെ കുത്തുമ്പോൾ അവൾ കരയുമ്പോൾ
മോള് ഭയങ്കര സന്തോഷം ഉണ്ടാകുമായിരുന്നു. മോഹിനി വഴക്കും പറയും. പക്ഷെ മോഹിനിൻ്റെ അന്നത്തെയും ഇന്നത്തെയും മാറ്റങ്ങൾ ഒരുപാടുണ്ട്. ഇന്ന് മഹാലക്ഷ്മി അവളുടെ ഊഞ്ഞാല ആട്ടുമായിരുന്നു. ഇന്ന് അവളെ ആട്ടുന്ന മുഖത്താണ്. അത് മാറണ്ടേ എന്ന് ചോദിക്കുകയാണ്. ആ അത് ശരിയാണ്. എന്തായാലും അവർ പണി ഒപ്പിച്ചിട്ടുണ്ടാകും. ഈ പനി നേരിൽ എന്തായാലും ഗുണം കാണും. ഇപ്പോൾ വിളിക്കും അവർ എന്നിങ്ങനെ പറയുന്നു കേട്ടോ. അതേസമയം ആ സ്വാമി ഇങ്ങനെ പുറത്തിറങ്ങിയിട്ട് ഇങ്ങനെ പോവുകയാണ് കേട്ടോ. പോകുമ്പോൾ തന്നെ ആ സ്വാമി മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, എന്തായാലും ശരി ഇനി അവരുടെ കയ്യിൽ നിന്ന് പഴി കേൾക്കണ്ടല്ലോ. ആദ്യം ആ പൈസയൊക്കെ വാങ്ങി താടിയും മുടിയൊക്കെ വടിച്ച് പഴനിയിലോ തമിഴ്നാടോ എവിടെയെങ്കിലും പോകണം എന്നിങ്ങനെ പറഞ്ഞിട്ട് സന്തോഷത്തോടെ പോവുകയാണ് കേട്ടോ. ആ സമയത്ത് തന്നെ പെട്ടെന്ന് ഇങ്ങനെ ആകാശത്തേക്ക് നോക്കുമ്പോൾ സൂര്യൻ ഇരുട്ട് പോയ പോലെ എന്തോ ഒരു കണ്ണിനൊരു മങ്ങലൊക്കെ ഉണ്ടാവും. ഇത് എന്ത് പറ്റി, മഴ പെയ്യണോ, ഇപ്പം എന്താ എൻ്റെ കണ്ണിനൊരേ നീറ്റിലാവുകയാണ് കേട്ടോ. അതേപോലെ വയറും വേദനിക്കുകയാണ് കേട്ടോ. സ്വാമി എന്നിട്ട് വിചാരിക്കുകയാണ് കേട്ടോ, ഇതെന്താ അത് രാത്രിയായോ എന്ന് പറഞ്ഞിട്ട് ആ സ്വാമി ഓടുകയാണ് കേട്ടോ. കണ്ണിലും അതേപോലെ നീറ്റിൽ അനുഭവപ്പെടുകയാണ്, വയറിലും നീറ്റിൽ അനുഭവപ്പെടുകയാണ് കേട്ടോ. എന്നിട്ട് സ്വാമി ആ തപ്പി തടഞ്ഞിട്ട് ഒരു കുളത്തിൽ അങ്ങനെ വീഴുകയാണ് കേട്ടോ. അങ്ങനെ കാണിച്ചിട്ടാണ് എപ്പിസോഡ് അവസാനിക്കുന്നത്. ഈ ചാനലൊന്ന് ലൈക്ക് ചെയ്ത് ഹൈപ്പ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.